ഹായ്, ഞാൻ ഡോക്ടർ ടിനു സാർ എബ്രഹാം, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി, കോട്ടയം ആൻഡ് തൊടുപുഴ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കെമിക്കൽ പീലിംഗ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് കെമിക്കൽ പീൽസ്? കെമിക്കൽ പീൽസ് ജനറലി ഫ്രൂട്ട് ആസിഡ്സ് പോലത്തുള്ള സബ്സ്റ്റൻസ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയും ആഫ്റ്റർ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം നമ്മളത് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കെമിക്കൽ പീലിംഗ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മൾ കെമിക്കൽ പീൽസിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിൻലി ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൽ നിന്നും ഡെറൈവ് ചെയ്യുന്നതാണ്. ലൈക്ക് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതുപോലെ തന്നെ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സ് ലൈക്ക് സാലിസിലിക് ആസിഡ്, TCA, ഫീനോൾ, വൈറ്റമിൻ സി, റെറ്റിനോൾ, അങ്ങനെ പല പ്രോഡക്ട്സുമാണ് നമ്മൾ കെമിക്കൽ പീൽസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ആക്നെ അഥവാ മുഖക്കുരു, അത് കാരണം ഉണ്ടാകുന്ന പാട്, സ്കാർസ്, കൂടാതെ ഫേസിലുണ്ടാകുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പിഗ്മെൻറ്റേഷൻസ് ഇൻ ദ ഫോം ഓഫ് മെലാസ്മ, ഫ്രെക്കിൾസ്, അതുപോലെ തന്നെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ, ഈവൻ ബോഡി പിഗ്മെൻറ്റേഷൻ ഒക്കെ നമുക്ക് കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാവുന്നതാണ്. കെമിക്കൽ പീൽസിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പറയാം. യൂഷ്വലി സ്കിന്നിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് കാണും. ലൈക്ക് എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. അങ്ങനെ എപ്പിഡെർമിസിൽ തന്നെ കുറേ ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയറിനെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതായത് നീക്കം ചെയ്യുകയും അതിനുശേഷം അടിയിൽ നിന്നും നല്ല സ്കിൻസ് റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് കെമിക്കൽ പീലിൻ്റെ മെക്കാനിസം. പ്രീ പീൽ പ്രൊസീജിയർ ഓഫ് കെമിക്കൽ പീൽസ് എന്താണെന്ന് നോക്കാം. ഇനീഷ്യലി നമ്മൾ ഒരിക്കലും ആദ്യം ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ അസസ് ചെയ്യണം പേഷ്യൻറ്റിനെ. അതിനുശേഷം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും അവരവരുടെ കൺസേൺസ് അനുസരിച്ചുമാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പീലാണ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പ്രീ പീൽ പ്രൊസീജിയർ എന്ന് പറയും. പ്രീ പീൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ സൺസ്ക്രീൻ, അതുപോലെ തന്നെ പ്രൈമിങ് ഏജൻറ്റ്സ് പോലത്തുള്ള ക്രീംസ് നമ്മൾ ഇനീഷ്യലി കൊടുക്കും. അത് ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കെമിക്കൽ പീൽ ചെയ്യാറ്. കെമിക്കൽ പീൽ പ്രൊസീജിയർ ആസ് സച്ച് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യും. സ്കിൻ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുശേഷം കെമിക്കൽ പീൽസ് നമ്മൾ അപ്ലൈ ചെയ്യും. ചില പീൽസ് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫ്രോസ്റ്റിംഗ് എന്ന് പറയും, അതിനുശേഷം നമ്മളത് വാഷ് ഓഫ് ചെയ്ത് കളയും. ബട്ട് ചില പീൽസ് ലീവ് ഓൺ പീൽസ് ആണ്. ലീവ് ഓൺ പീൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊസീജിയർ ചെയ്ത് പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അതിനുശേഷം ഒരു 6 to 8 hours കഴിയുമ്പോൾ പേഷ്യൻ്റെ അടുത്ത് ഫേസ് വാഷ് ചെയ്യാൻ പറയുന്നു. ഇത് കൂടാതെ ഇപ്പോൾ നിലവിലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി പീൽസും അവൈലബിൾ ആണ്. പാർട്ടി പീൽസ് എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലോ പീൽ അല്ലെങ്കിൽ പാർട്ടി പീലും ചെയ്യാവുന്നതാണ്. കെമിക്കൽ പീൽസിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂഷ്വലി നമ്മൾ കെമിക്കൽ പീൽസ് കൊണ്ട് ആസിഡ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകത്തില്ല. മൈൽഡ് ആയിട്ടുള്ള ഇറിറ്റേഷൻ, റെഡ്നെസ് അതൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് പീൽ കെയറും നമ്മൾ അഡ്വൈസ് ചെയ്യും. പോസ്റ്റ് പീൽ കെയർ എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടാതെ തന്നെ ഈ മൈൽഡ് ഇറിറ്റേഷൻ ആൻഡ് റെഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ക്രീംസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ആ ക്രീംസും നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ജനറലി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എത്ര സിറ്റിങ്സ് ഓഫ് കെമിക്കൽ പീൽസ് ആണ് ചെയ്യേണ്ടതെന്ന്. യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നൊരു 4 to 6 സിറ്റിങ്സ് ഓഫ് കെമിക്കൽ പീൽസ് ആണ്. അത് നമ്മളൊരു 10 to 14 ഡേയ്സിൻ്റെ ഗ്യാപ്പിലായിരിക്കും ഓരോ സിറ്റിങ്സും ചെയ്യുന്നത്.